കണ്ടപ്പോൾ തന്നെ ചോദിക്കാൻ തോന്നുന്ന ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേട്ടന്റെ സ്കിന്നിന്റെ രഹസ്യമാണ്. പിന്നെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ബീങ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡിന്റെ ആണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഭയങ്കര പ്രശ്നം. എല്ലാം കാണിക്കണമെന്നുണ്ടോ? എല്ലാം കാണിക്കണം. നാണക്കേടാണ് പറഞ്ഞില്ലെങ്കിൽ അല്ലേ? ഇത് ഭാവന ചേച്ചി ഉറപ്പായിട്ടും അല്ലേ? അല്ലേ? അല്ല ഹസി നോക്കട്ടെ. സോറി ചേച്ചി. ജാൻപേയുടെ അടുത്ത് ഷെയർ ചെയ്ത ആ ഒരു 3 വർഷത്തിലുണ്ടായ ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്തായിരിക്കും? നല്ലൊരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിക്കാൻ പറ്റി. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ പ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആര്യഭടായിനെയും ഗ്രേസിനെയും എല്ലാം അവരുടെ എൻഗേജ്മെന്റ്സിനും മാരേജസിനും ഒക്കെ അടിപൊളിയായി അണിയിച്ചേർക്കുന്ന നമ്മുടെ സ്വന്തം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സിജൻ ചേട്ടനാണ്. ഹായ് ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ആക്ച്വലി കുറേ ക്വസ്റ്റ്യൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കാൻ തോന്നുന്ന ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേട്ടൻ്റെ സ്കിന്നിന്റെ രഹസ്യമാണ്. ഇത്രയും ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്? ഓ മൈ ഗോഡ്. ഞാൻ പക്ഷേ ഇപ്പോൾ എൻ്റെ സ്കിൻ ആക്ച്വലി ഇപ്പോൾ ഡള്ളാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കണേ. കാരണം എന്താ പറയുക, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് ടയർഡാണെന്നാ വിചാരിച്ചിരുന്നേ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എൻ്റെ സ്കിൻ വെച്ച് നോക്കി പിന്നെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവും. ആക്ച്വലി നേരത്തെ ഞാൻ ഇങ്ങനെ കുറേ ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ റെഗുലറായിട്ട് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അത് മസ്റ്റാണ്. അത് എപ്പോഴും ഞാൻ ഉപയോഗിക്കും. പറ്റുമെങ്കിൽ ലൈക്ക് ഒരു ദിവസം ഒരു 2 times, ഒരു 3 times ഒക്കെ യൂസ് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സൊക്കെ നമ്മളോട് പറയാറ്. പക്ഷേ ഞാനൊരു 2 times മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മോർണിംഗും പിന്നെ ഒരു ആഫ്റ്റർനൂൺ ആ ഒരു ടൈമിലൊക്കെ ലൈക്ക് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇത് 3ഉം റെഗുലറായിട്ട് ചെയ്യാറുണ്ട്. മോർണിംഗ് മോർണിംഗ് മോർണിംഗും പിന്നെ ഒരു ആഫ്റ്റർനൂണും ഞാൻ 2 തവണ ചെയ്യാറുണ്ട്. പിന്നെ നൈറ്റ് നോർമൽ മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ചില സൺസ്ക്രീൻസ് നമ്മൾ ഒരു 3 to 4 hours കൂടുമ്പോൾ അപ്ലൈ ചെയ്യണം എന്നെല്ലാം പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്? അല്ല, അത് കറക്റ്റാണ് ആക്ച്വലി. കാരണം അതിനെന്താ പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു 4 hours 5 hours അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ മാക്സിമം. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ പേര് ഇപ്പോൾ വെളുക്കാൻ വേണ്ടി എന്താ ചെയ്യുക അങ്ങനെ എന്നൊക്കെ എന്നോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം ഈ ഒരു ബോഡിയിലെ കളറായിരിക്കില്ല ഫേസിലെ കളർ. ഫേസിൽ കുറച്ച് ഇങ്ങനെ ഇതൊക്കെ ഇതാക്കിയിട്ട് കുറച്ച് ഡള്ളായിരിക്കും. അപ്പോൾ ഞാൻ അവരോടെല്ലാം പറയുന്നത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അത് തന്നെ കറക്റ്റ് ആ റൊട്ടീൻ കറക്റ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഉള്ള ആ ഒരു നാച്ചുറൽ കളറിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ കുറേ സെലിബ്രിറ്റി അങ്ങനെ കുറച്ച് എനിക്കറിയാവുന്നവരൊക്കെ എന്നോട് പറയും നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയും. എല്ലാവരും പറയാറുണ്ട്. സോ അതും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഒരുപാട് കൂടി ഒരു 2 ലിറ്റർ 2.5 ലിറ്ററൊക്കെ എന്തായാലും കുടിക്കാറുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോഴും തന്നെ പിന്നെ ഇപ്പം ഞാൻ കുറച്ച് നോൺ വെജ്, എനിക്ക് റെഡ് മീറ്റ് ആക്ച്വലി അലർജി മാതിരിയാണ്. അപ്പോൾ റെഡ് മീറ്റ് കുറച്ചത് കൊണ്ട് സ്കിന്നൊക്കെ ഒന്ന് ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പിമ്പിൾസ് വരാം, അണ്ടർ ഐ അങ്ങനത്തെ ഒരു ഡാർക്ക് സർക്കിൾസ് വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുവാണെങ്കിൽ അവർ ഏറ്റവും നമ്മുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ട് നല്ല പ്രോഡക്ട്സ് തരും. അല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് പറയാം. എൻ്റെ ഒരു ഡോക്ടറുണ്ട്, അഞ്ജന ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. സ്കിൻ സീക്രറ്റ്സ്. സ്കിൻ സീക്രറ്റ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര കുറേ റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മഞ്ഞൾ, തൈര് ഇതൊക്കെ പറ്റുന്നത് അതൊക്കെ ആക്ച്വലി നല്ലതാണോ? ആക്ച്വലി നല്ലതല്ലെന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പോലെ തൈരൊക്കെ നല്ല ഒരു ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി നല്ലതാണ്. ഞാൻ അങ്ങനെ മറ്റേ ഹൽദി മഞ്ഞൾ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തൈരൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അലോവേര. യെസ്. അപ്പം അതൊക്കെ ഒന്ന് മുഖത്തൊക്കെ ഇടുവാണെങ്കിൽ ഈ ടാനൊക്കെ നന്നായിട്ട് മാറാറുണ്ട്. ഓക്കെ, ഇപ്പം ഒരു 3 മോയ്സ്ചറൈസേഴ്സ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. സെറ്റാഫിൽ എനിക്കിപ്പം കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഒരു ഭയങ്കര എല്ലാ സെൻസിറ്റീവ് സ്കിന്നിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് സെറ്റാഫിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ സെറ്റാഫിൻ സജസ്റ്റ് ചെയ്യും. കാരണം എല്ലാവർക്കും യൂസ് ചെയ്യാം. ലൈക്ക് ഏത് എങ്ങനത്തെ സ്കിന്നുകാർക്കാണെങ്കിലും അത് യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പം സൺസ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ ഏതായിരിക്കും? സൺസ്ക്രീൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരെണ്ണം സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ പറഞ്ഞ പോലെ ഓരോ മാക്സിമം ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ സ്കിൻ അനലൈസ് ചെയ്തിട്ട് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ നമുക്കത് തരും. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും ഒരു SPF 50++ അതൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ ഹെയർ കെയറിലേക്ക് വരുമ്പോൾ എത്ര നാൾ കൂടുമ്പം ഹെയർ വാഷ് ചെയ്യണം എന്നാണ്? അങ്ങനത്തെ ഒരു ഇതൊക്കെ എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞു കൊടുക്കാൻ എളുപ്പം, ഒരാൾ അഡ്വൈസ് ചെയ്യാം, പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യത്തൊന്നുമില്ല. ഹെയർ വാഷ് മാക്സിമം എല്ലാവരും പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, 2 ദിവസം കൂടുമ്പോഴൊക്കെ വാഷ് ചെയ്താൽ മതി. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ ക്ലോറിൻ വാട്ടറൊക്കെയാണ്. സോ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാഷ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ എല്ലാ ദിവസവും വാഷ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സഫക്കേഷൻ ആയിരിക്കും നമുക്ക്. ഓക്കെ, ഇപ്പം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നതിന് മുൻപ് ഒരു സിജൻ ഉണ്ടായിരുന്നു. ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? എന്താ പറയുക, അത് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ നേറ്റീവ് ഇടുക്കിയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ജോലിക്കൊക്കെ ആയിട്ട് എറണാകുളത്തേക്ക് വന്നു. പല സ്ഥലങ്ങളിൽ നമ്മളെ ജോലിക്ക്. എന്താ ജോലിക്ക്? ആക്ച്വലി ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി. അങ്ങനെ അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഫീൽഡ്. പക്ഷെ എനിക്ക് ഈ ഒരു മേക്കപ്പ് ഫീൽഡൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ളൊരു അതിനെക്കുറിച്ച് അറിയില്ല. അതാണ് ഏറ്റവും മെയിൻ കാര്യം. അതിനെക്കുറിച്ച് ആ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവസരങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നും അറിയാത്തത് കൊണ്ട് എങ്ങനെയൊന്നും ഐഡിയ ഇല്ല. പിന്നെ കൊച്ചിയിലൊക്കെ വന്ന് കുറേ ഇങ്ങനെ എല്ലാവരെയും കണ്ടു, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നോട് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ മാറുന്നു. അപ്പോൾ ആ സമയത്ത് അതായിരുന്നു ഒരു സ്ട്രഗിള്. പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ എന്നൊക്കെ പറയുമ്പം നമ്മൾ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ, ആ ഒരു ട്രെയിനിങ് ടൈമിൽ നമ്മൾ കുറേ പേര് ആ ഫീൽഡിൽ നിന്ന് മാറിപ്പോകും. കാരണം ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ ഹോട്ടൽസിൽ ജോലിക്ക് പോകണം. അപ്പം അങ്ങനെയുള്ള കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു. മേക്കപ്പിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആൻറ്റീൻ്റെ വീടുണ്ട് മുംബൈയിൽ. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലൊരു വെക്കേഷൻ സമയത്ത് ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ആള് അവിടെ ആ സമയത്ത് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ കുറച്ച് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് പരിചയപ്പെട്ടു. കുറച്ച് ദിവസം അവരുടെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് പറഞ്ഞു തന്നു ഇതിലേക്ക് വരാൻ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വന്ന് കയറാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു പിന്നെ എപ്പോഴും ഒരു കാര്യത്തിലേക്ക് പോകുന്നതിനും അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പോകുന്നതിനും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അറിയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പോൾ ഞാനൊരു മേക്കപ്പിൻ്റെ കോഴ്സ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി മുംബൈയിൽ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അത് നേരെ പിന്നെ ഞാൻ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് സെയിം ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്തിൻ്റെ സെയിം ബ്രാഞ്ച് കൊച്ചിയിലും ഉണ്ടായിരുന്നു. VLCC എന്ന് പറയും. അപ്പോൾ VLCCയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ VLCC ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇവിടെ വന്നിട്ട് കൊച്ചിയിലാകുമ്പോഴത്തേക്ക് ഈ മേക്കപ്പ് ഇങ്ങനെ കോഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിങ്ങിൽ പഠിക്കാം. ചിലപ്പോൾ ഉച്ച വരെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു നമുക്ക് ചൂസ് ചെയ്യാം. സോ അതിൻ്റെ ബാലൻസ് ടൈമിൽ ഞാൻ ഇവിടെ പാർട്ട് ടൈം ജോലിസ് നമ്മുടെ എറണാകുളത്ത് ഒരുപാടുണ്ടല്ലോ. അങ്ങനെ ജോലി ചെയ്തു. പിന്നെ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഈ ഇടയ്ക്ക് സിജന്റെ തന്നെ ഒരു സെമിനാർ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ആക്ച്വലി നമ്മൾ പറയുന്നത് ജാൻമയുടെ ശിഷ്യനായിട്ടാണ്. VLCCയിൽ പഠിച്ച ഒരാൾ പിന്നീട് എങ്ങനെ ജാൻമയിലെ ശിഷ്യത്വത്തിലേക്ക് വന്നു? VLCCയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അവിടെ ഒരു കഫേയിൽ ജോലി ചെയ്യുമായിരുന്നു, നിയർ ബൈ ഒരു കഫേയിൽ. അപ്പോൾ ആ കഫേയിൽ എൻ്റെ 1-2 ഈ മേക്കപ്പ് എൻ്റെ ഇപ്പം എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഉണ്ണി PS എന്നൊക്കെ പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ അപ്പോൾ അവരൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു. അവരെ അങ്ങനെ പരിചയപ്പെട്ടെങ്കിലും ഫസ്റ്റ് ഞാൻ അങ്ങനെ അവരെ പരിചയപ്പെട്ടു. ഒപ്പം തന്നെ വേറെ കുറേ പേരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പം ആ സമയത്ത് ഷിബിൻ എന്ന് പറഞ്ഞൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബാമച്ചിൻ്റെ ഒക്കെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഷിബിൻ എന്നെ ഒരു ദിവസം അങ്ങനെ എനിക്ക് ഇതിനെ കൊണ്ട് താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് വരുന്നോ ഈ ഫീൽഡാണെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പം എന്നോട് വരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഷിബിൻ്റെ കൂടെയാണ് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്. അപ്പം അന്ന് ഷിബിൻ്റെ കൂടെ ഒരു ഷൂട്ടിന് പോയത് അതിഥീൻ്റെ ഒരു ഷൂട്ട്, അതിഥീൻ്റെ ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൊത്തത്തിലൊരു എല്ലാം കണ്ടു എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ണിയുടെ കൂടെ വർക്കിന് പോയിട്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹാൻ എന്ന് പറയും. ഹാൻ ടോപ്പ് സ്റ്റൈലിസ്റ്റ് ആണ്, മേ ബി അറിയായിരിക്കും. അപ്പോൾ ഹാനാണ് ആക്ച്വലി ജാൻപാൻ്റെ അടുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ജാൻപാൻ്റെ പറഞ്ഞ് ഒരാഴ്ചയും കൂടെ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഒരു 3 വർഷം ജാൻപാൻ്റെ കൂടെ തന്നെ. 3 വർഷം? അതെ. ഓക്കെ. ജാൻപാൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ആ ഒരു 3 വർഷത്തിലുണ്ടായ ഏറ്റവും നല്ലൊരു മൊമെന്റ് എന്തായിരിക്കും? നല്ലൊരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിക്കാൻ പറ്റി. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതെ മേ ബി എല്ലാവർക്കും അറിയാമായിരിക്കും. ജാൻപ വന്നതിന് ശേഷമാണ് ഈ നമ്മുടെ കേരളത്തിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സാധനം ഉണ്ട്. അതിൻ്റെ ഒരു ലേബൽ കൊണ്ടുവന്നത് ജാൻപയാണ്. സോ അത്രയും വലിയൊരാളുടെ അടുത്ത് തന്നെ എനിക്ക് പോകാൻ പറ്റിയത്. ആ സമയത്ത് ഏറ്റവും ടോപ്പ് ആളാണ്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വലിയ ജുവലറി ഷോറൂംസ്, ടെക്സ്റ്റൈൽസ്, ആർട്ടിസ്റ്റുകൾ, വെഡ്ഡിങ് ടീംസ് അവരെല്ലാം വെയിറ്റിംഗ് ഫോർ ജാൻപ.
ജാൻപയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ കിട്ടിയത് എനിക്ക് ഭയങ്കര എന്തോ ഞാൻ വലിയ ആളായിപ്പോൾ എപ്പം തന്നെ അങ്ങനെ ഒരു ഫീലായിരുന്നു മനസ്സിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ലാംഗ്വേജ് കറക്റ്റ് ഇതാക്കാൻ പറ്റി, പിന്നെ മേക്കപ്പ് പഠിക്കാൻ പറ്റി, പിന്നെ ജാൻപൻ്റെ കഴിവിൻ്റെ അടുത്ത് പോലും ഞാൻ വരികയല്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് കിട്ടി. സിജന്റെ ഹെയർ സ്റ്റൈലിങ്ങിന് വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു ഹെയർ സ്റ്റൈലിങ്ങിലേക്ക് എത്തിയത്? ഹെയർ സ്റ്റൈലിങ്ങിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഇത് സെയിം ജാൻപാൻ്റെ ആ ഒരു കഴിവ് തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ ടി വിയിൽ ഞാൻ വാച്ച് ചെയ്യുന്നത് ഇങ്ങനത്തെ മേക്കപ്പ് ഹെയർ സ്റ്റൈൽ വീഡിയോസ് ആയിരിക്കും. സോ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ കൊണ്ടുവരുന്നു. ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, ഒരു തവണ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടത്തില്ല, പക്ഷേ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണം, അപ്പോൾ ഉറപ്പായിട്ടും കിട്ടും. സോ ഈ പറഞ്ഞ പോലെ ഒരു ഹാർഡ് വർക്ക്, എല്ലാവരും കുറേ പേരൊക്കെ പറയുന്നത് കേൾക്കാം, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്കാണ്, അതാണ് ഏറ്റവും മസ്റ്റ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് 100% കിട്ടും. ഇപ്പം മേക്കപ്പ് പണ്ട് തൊട്ടേ മേക്കപ്പ് വേണം എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിലൊക്കെ പോയപ്പം അയ്യോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ട് എപ്പോഴെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സാഡ് മൊമെന്റിലേക്ക് പോയിട്ട്? അങ്ങനെ ഇതിലേക്ക് വന്നിട്ടില്ല, പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, അതിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസ് അതൊക്കെ നോക്കുമ്പോൾ പിന്നെ പരിചയം ഇത് എന്താണെന്നും നമുക്ക് അറിയില്ലല്ലോ, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. മേക്കപ്പ് ഇഷ്ടം അത്രയേ ഉള്ളൂ, അല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്നോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെന്നോ ഇങ്ങനെ ഒരു ജോബ് ഉണ്ടെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ആ സമയത്ത്. ജാൻമ അല്ലാതെ ഇപ്പം ഒരു സെലിബ്രിറ്റീനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ? ഇറ്റ് ക്യാൻ ബി നോട്ട് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്ന് തന്നെയില്ല, ഒരു സെലിബ്രിറ്റി നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്ത് കൂടെ നിന്ന്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരാൾ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അയ്യോ ഒരാൾ മാത്രമായിട്ട് പറയാൻ പറ്റില്ല, അത് എനിക്കൊരു എന്താ പറയുക നന്ദികേടെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാവും. ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്തവരുണ്ട്. അപ്പം അങ്ങനെ ഒരാളുടെ പേര് ചോദിച്ചു ഒരാളുടെ പേരായിട്ട് പറയാൻ പറ്റില്ല, ഒരുപാട് പേരുണ്ട്. ചിലപ്പം ഞാൻ ആരുടെയും പേര് മറന്നു പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നവ്യ ചേച്ചി, ആര്യ ചേച്ചി, ഷംന ചേച്ചി, മീര ചേച്ചി, പിന്നെ ഭാവന ചേച്ചി, ഇവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ക്ലോസാണ്. പിന്നെയും കുറച്ച് പേര് ആരൊക്കെ ഉണ്ട്, ഞാൻ മിയ ചേച്ചി, റിമ്മി ചേച്ചി, മീര ഏഷ്യാനെറ്റിലെ ആങ്കർ മീര ചേച്ചിയായിട്ട് ചേച്ചിയാണ് ആക്ച്വലി എന്നെ ചേച്ചി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഫസ്റ്റ് ഞാൻ ചേച്ചിനെ മേക്കപ്പ് ചെയ്യുന്നത് ആസ് എ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരാണ്. മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള യങ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാവും. അവർക്ക് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നായിരിക്കും ആഗ്രഹം. ചിലപ്പോൾ സിജനെയോ ജാൻമേനെയോ ഒക്കെ കണ്ട് ഫീൽഡിലേക്ക് വന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സെലിബ്രിറ്റീസിനെ ചെയ്യുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, ഭയങ്കര നമുക്ക് റീച്ച് കിട്ടും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ളൊരു ടൈമിൽ നമുക്കിപ്പോൾ ഒരു സെലിബ്രിറ്റീൻ്റെ മേക്കപ്പ് ഇടണമെന്നില്ല. നമ്മളുടെ ഒരു വർക്ക് നല്ല ഒരു ബ്രൈഡിനെ ഈവൻ ഒരു മോഡലിനെ നമ്മൾ നന്നായിട്ടൊരു ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്ത് അതൊന്ന് ചെയ്യുവാണ്, നന്നായിട്ട് ചെയ്തെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് അത് നല്ലൊരു ഇത് കിട്ടും. അതിന് ലൈക്ക് നമുക്കത് നല്ല വർക്ക്സ് കിട്ടും. ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിനെ ചെയ്യാത്ത ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ അവർ നമ്മളെക്കാട്ടിലൊക്കെ ഒത്തിരി ഹൈയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഇതൊക്കെയാണ് എങ്കിലും നമുക്ക് നല്ലൊരു ലൈക്ക് ഫിനാൻഷ്യലി എല്ലാത്തിലും ഒന്നും മേളിലേക്ക് വരാൻ വേണ്ടി ഒരു സെലിബ്രിറ്റിനെ ചെയ്യണമെന്നില്ല ആക്ച്വലി, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളുടെ കഴിവാണ് അവിടെ മെയിൻ. അപ്പം അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആരും എന്നെ വിളിക്കില്ല. എന്നോടുള്ള നല്ല റിലേഷൻ, നല്ല ബന്ധമായിരിക്കും, പക്ഷെ എൻ്റെ വർക്ക് കൊള്ളില്ലെങ്കിൽ എന്നെ വിളിക്കുമോ? ഇല്ല. അപ്പം അതുപോലെ നമ്മുടെ വർക്കാണ് ഏറ്റവും മെയിൻ. അപ്പം അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ല ഹൈയിലാവും. അപ്പം സിജന്റെ ബാഗിൽ എന്തൊക്കെയാ ഒളിച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. കാരണം ബീങ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡിന്റെ ആണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഭയങ്കര പ്രശ്നം. എല്ലാം കാണിക്കണമെന്നുണ്ടോ? എല്ലാം കാണിക്കണം. എൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യം കാണിക്കാം. ഞാനൊരു അത്തർ യൂസ് ചെയ്യാറുണ്ട്. ആദ്യം എനിക്ക് പെർഫ്യൂംസ് ആയിരുന്നു ഇഷ്ടം, ഞാനൊരു പെർഫ്യൂം യൂസ് ചെയ്യാം. പക്ഷെ അത് പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ചിലപ്പോൾ പോകും. ഇത് ഭയങ്കര നല്ലൊരു ലൈറ്റ് സ്മെല്ലാണ്, പക്ഷെ ഭയങ്കര കുറേ ലോങ് ലാസ്റ്റിങ് ചെയ്യും. ഇതുണ്ട്. പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ കീ ഉണ്ട്. പിന്നെ എൻ്റെ സ്കിൻ ഞാൻ പറഞ്ഞ പോലെ കുറേ നേരം കഴിയുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ആവും. സോ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ദുബായിൽ പോയപ്പോൾ ഗിഫ്റ്റ് തന്ന ഗുച്ചിൻ്റെ. അപ്പം ഇതുണ്ട്.
പിന്നെ ഞാൻ അങ്ങനെ ഇപ്പം ഇത് നമുക്ക് ഒരു ഇന്റർവ്യൂവിന് വരണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് കയ്യിലെടുത്തായിരുന്നു. മീൻസ് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാവരും ഇടാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധനം അറിയാമല്ലോ എന്താണ്. ഇത് ഞാൻ എപ്പോഴും, കാരണം നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈവനിങ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നും. അപ്പം ഈ ഒരു മൈക്കും ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ വെക്കും, കാരണം എപ്പോഴേലും വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതുണ്ടാവും. പിന്നെ ഉള്ളത് പൗഡർ പഫ്, പേഴ്സ് ഉണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ ഇന്ത്യയിലുള്ള. അപ്പം ഇത് ഞാൻ ചില സമയം രാവിലെയും ചിലപ്പം ഇത് വരയ്ക്കും എന്തോ ഒരു ഇല്ല, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും. പക്ഷെ എന്നോട് ഫ്രണ്ട്സൊക്കെ പോയി ഇത് യൂസ് ചെയ്യായിരുന്നു സ്ഥിരമായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടാവും, ചെറിയൊരു ബൈബിൾ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതുണ്ട് കൊന്ത. അല്ല, ഇത് ബൈബിള് ആക്ച്വലി ഞാൻ എൻ്റെ പണ്ട് മുതലേ പഠിക്കുന്ന സമയം മുതൽ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇപ്പം വർക്കിനൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും അതെപ്പോഴും ബാഗിൽ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഹാൻഡ് ബാഗിലായതുകൊണ്ട് ചെറിയൊരു ബാഗിലായ ഞാൻ അപ്പോൾ എപ്പോഴും ചെറിയ ബൈബിൾ ആയതുകൊണ്ട് എപ്പോഴും കയ്യിൽ കൊണ്ടുപോകാറുണ്ട്. ആക്ച്വലി ഇപ്പോൾ ബൈബിളും കൊന്തയും കാണുന്നതിന് മുന്നേ എനിക്ക് സിജനെ കാണുമ്പോൾ ഒരു ഔട്ട്ലുക്ക് കിട്ടുന്നത് ഒരു പള്ളിയിലെ അച്ഛൻ്റെ വൈബൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ലൈഫില്? ഇല്ലില്ല, അങ്ങനെയില്ല. പക്ഷെ പണ്ട് ഇങ്ങനെ എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ പള്ളിയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന. അപ്പം പിന്നെ എപ്പോഴും ഇങ്ങനെ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്നോട് ചോദിക്കും ആരാകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മളിങ്ങനെ പറയില്ല അച്ഛനാകാൻ ആഗ്രഹം. അപ്പോൾ എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കുമ്പോൾ പറയും സിസ്റ്റർ ആകാൻ ആഗ്രഹം. അപ്പം അങ്ങനെ പറയും. പക്ഷെ ഈ പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ, അതൊക്കെ നമുക്ക് ഒരിതുണ്ടല്ലോ, ദൈവവിളി. അതെ, ആ വിളി വന്നില്ല. അത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടിയത്. ഇതും ഒരു ഗോഡ്സ് ഗ്രേസ് ആണ്. പിന്നെ ഉറപ്പായിട്ടും ആണ് ഈ ചുരുക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇത്രയും സെലിബ്രിറ്റീസ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഓരോ ഫീച്ചേഴ്സും കൃത്യമായിട്ട് അറിയായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് അവരുടെ കണ്ണിന്റെ മാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ആ കണ്ണ് ഞാൻ കാണിച്ചു തരാം, ഏതാണ് ആ സെലിബ്രിറ്റി എന്ന് ഗസ് ചെയ്യണം. ഓക്കെ, നാണക്കേടാണ് പറഞ്ഞില്ലെങ്കിൽ അല്ലേ? ഇത് ഭാവന ചേച്ചി ഉറപ്പായിട്ടും അല്ലേ? അല്ലേ? അല്ല, ഹസി നോക്കട്ടെ. സോ സോറി ചേച്ചി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുതേ. ഇല്ലില്ല, മാറ്റത്തില്ല. ഇത് ആരാ ഞാൻ ആലോചിക്കും. ഓ മൈ ഗോഡ്, ഇത് ആരാ? ഭയങ്കര കുറെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് സിജന്റെ പേജിൽ തന്നെ. ഇത് മേ ബി ലക്ഷ്മി നക്ഷത്രം. ലക്ഷ്മി നക്ഷത്രം. ചേച്ചി, ലക്ഷ്മി ചേച്ചി. എന്നാലും അല്ല, പെട്ടെന്നേ ആക്ച്വലി ഭാവന ചേച്ചിന്റെ ഒരു മേക്കപ്പ് ഞാൻ ചെയ്തത് സെയിം ഈ പിങ്ക് പൊട്ട് ഇങ്ങനെ ഹെയർ ഇട്ടിട്ട് സെയിം ആ ഫ്ലവർ ഒരു ഓണം ഷൂട്ട് അങ്ങനെ ചെയ്ത് പെട്ടെന്ന് തന്നെ. ചേച്ചി അധികം അണ്ടറയിൽ അധികം കാജൽ ഇടാറേ ഇല്ല. സോ പെട്ടെന്ന് എനിക്കത് കണ്ടപ്പോ എങ്ങനെ വിചാരിച്ചു ലക്ഷ്മി ചേച്ചിയുടെ കണ്ണും ഭാവന ചേച്ചിയുടെ കണ്ണും ലക്ഷ്മി ചേച്ചിയും ഭാവന ചേച്ചിയും രണ്ടുപേരും ശരിയാക്കി വീഡിയോ കഴിയുമ്പോ ഇത് ആര്യ ചേച്ചി. അയ്യോ, ഇതാരാണ് ദൈവമേ, ഒന്ന് നോക്കട്ടെ. ഇതാരാ? നല്ലപോലെ ആലോചിച്ച് പറഞ്ഞു, പെട്ടെന്ന് പറയണ്ട, തെറ്റിപ്പോയ. ഇതിപ്പോ ഞാൻ അടുത്ത ഏതെങ്കിലും ബ്രൈഡൽ അതാണോ? അല്ല, ബ്രൈഡൽ അല്ല, മീൻസ് ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത സെലിബ്രിറ്റി ആണോ? അതെനിക്ക് അറിയില്ല, ബ്രൈഡൽ ലുക്ക് ആണോന്ന്. ഇത് കണ്ടിട്ട് എനിക്ക് ഇത് ഗ്രേസ് ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗ്രേസ് അല്ല, നവ്യ ചേച്ചി അല്ല എന്തായാലും, കാരണം ലെൻസ് ഇടൂല. നവ്യ ചേച്ചി ലെൻസ് യൂസ് ചെയ്യും, പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ ഇത് നവ്യ ചേച്ചി ആവാനുള്ള സാധ്യതയില്ല. മിയ ചേച്ചി, സത്യമായി ഇത് ഞാൻ പെട്ടു. ഒരു ക്ലൂ തരാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇത് പക്ഷെ ഭയങ്കര ബോറ് ക്ലൂ ആണ്. എപ്പോഴും എയറിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ്. എപ്പോഴും? ഓ, മനസ്സിലായി. ഗായത്രി. ഗായത്രി എപ്പോഴും എയറിലൊന്നുമല്ല. ഗായത്രിയായിട്ട് ഞാൻ ആക്ച്വലി ഒരുപാട് ഞങ്ങൾ തമ്മിൽ അറിയാം നന്നായിട്ട്, പക്ഷെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. എപ്പോഴും എയറിലല്ല, പക്ഷെ ഞാൻ പേഴ്സണലി പരിചയപ്പെട്ട സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര ഒരു നല്ല ആളായിട്ടാണ്. ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര സ്വീറ്റ്. പക്ഷെ ഇറ്റ്സ് എ ഫാക്ട്. ഇനി പോവാം, ഓണാക്കി ഒന്ന്. അതെ, 6:19 ആയത്. മലയാളത്തിന് മാത്രമാണോ? ഞാൻ വെച്ച ഫുൾ സബ്ജക്റ്റിനായിരിക്കും. എടി 6:30 പോ, ഓണാ സംസാരിക്കേ. ഹലോ,
ഞാനിത് കട്ട് ചെയ്തു വേഗം ചെയ്യും. ആലപ്പുഴ കിട്ടാത്ത ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ ആലപ്പുഴ ജില്ലയിലെ കരിയൂർ കുളങ്ങര ആലപ്പുഴ ജില്ലയിലെ കരിയില എടാ നീ ഒന്നും പറയോ? ആ ഒരു സാധനം മാത്രം പറയണമെന്ന് തോന്നിട്ട് പോകും. ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിലെ പത്തിയൂർ പാടത്തൊരു കുളത്തില് ഒരു സ്ത്രീയുടെ മൃതശരീരം കിട്ടുവാണ്. തല കീഴായി കിടക്കുന്ന രീതിയിലാണ് ആ ഒരു ഡെഡ് ബോഡി കിട്ടുന്നത്. അതായത് 2 കാലുകളും മുകളിലേക്ക് വെച്ച രീതിയിലാണ് ഈ ഒരു പുഴയില് ആ സ്ത്രീയുടെ